അക്വേറിയത്തിലൊക്കെ ഒരാൾക്ക് വരുന്ന 30 രൂപയാണ് കേട്ടോ. എത്ര വലുതല്ലേ, അടിപൊളി. പല നിറങ്ങളിലുള്ള മത്സ്യങ്ങൾ കേട്ടോ. ടെട്രാസ് കേട്ടോ, അങ്ങനെയാണ് ഇതിൻ്റെ പേര്, ടെട്രാസ്. എൻ്റെ പൊന്നെ അടിപൊളി കേട്ടോ. എത്ര വലുതാണെന്ന് അറിയോ? അയ്യോ, ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ. അതിനകത്തുനിന്ന് ഒന്നും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അവിടെ നല്ല സൗണ്ടായിരുന്നു പിള്ളേരുടെ ഒക്കെ കളിച്ചും ചിരിച്ചൊക്കെ. ഇതാണ് പുറത്തു നിന്നുള്ള കാഴ്ച അക്വേറിയത്തിൻ്റെ. അടിപൊളി, കൊള്ളാം. സ്നേക്ക് പാർക്കിൽ ഞാൻ പൊതുവെ പാമ്പുകളുടെ ചിത്രമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ലയൺ, അതുപോലെ തന്നെ അതെന്താണ് അപ്പുറത്തുള്ള കുറുക്കൻ, പിന്നെ അതെന്താണ് കാട്ടുപൂച്ച, അങ്ങനെ എന്തോ ഒഴിക്കുന്നവിടെ. അടിപൊളി. എന്തായാലും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന പച്ചോല പാമ്പ്, റസൽസ് വൈപ്പർ. ഇത് ആ മൂലയ്ക്ക് ഇരിക്കുന്നു. സൂം ചെയ്ത് കാണിക്കാൻ. ഇതാ അവിടെ കിടക്കുന്നു, അങ്ങ് ആ മൂലയ്ക്ക് കിടക്കുന്ന കേട്ടോ. ഒരു ചെറുതും കൂടി ഉണ്ട് കേട്ടോ. ഒരു മുതലക്കുള്ളുണ്ട് കേട്ടോ. മുതല ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. മലമ്പാമ്പ് ഇതിനകത്തുണ്ടോ? പിതൺ എനിക്ക് വേണ്ടി കാണുന്നത്. ഓക്കെ, മരച്ചില്ലകളിൽ നോക്കുക. ശരിയാണല്ലോ, ഉണ്ട് കേട്ടോ. പക്ഷേ ഈ നെറ്റ് പ്രശ്നമാണ്. കാണിച്ചേ. ഇത് ഈ മലമ്പുഴയുടെ കനാൽ പാലമാണ് കേട്ടോ. ഇത് ആ കാണുന്നതാണ് നമ്മുടെ മലമ്പുഴ ഡാം. നമ്മളിപ്പോഴുള്ളത് മലമ്പുഴ കനാലിൻ്റെ പാലത്തിന് മേലെ കേട്ടോ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ കവ ഐലൻഡ്. പക്ഷെ കവ ഐലൻഡിലേക്ക് ഞാൻ നടന്നു പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അടിപൊളി കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റാണ് താഴെയും മേലെയും. പക്ഷെ ഗ്ലാസ് മോശമാക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് അടയ്ക്കാൻ അത് വേണ്ടായിരുന്നു. താഴത്തോടി പിള്ളേരൊക്കെ വന്നു. നമ്മുടെ ഡാം അപ്പുറത്ത് വരുന്ന വണ്ടികളൊക്കെ കാലിയാണല്ലോ. വണ്ടിയല്ല കേട്ടോ, ചേറ്. നല്ല ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കൊള്ളാം. എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഇരുത്തുന്നുണ്ട്. ഒരു ചെയറിൽ 2 ആൾ കേട്ടോ. ഞാൻ പക്ഷേ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഒറ്റയ്ക്ക്. അടിപൊളി. അപ്പുറം സൈഡിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നേരത്തെ ആദ്യം പോയ ട്രിപ്പാണോ അത്? ഇതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. 20 മിനിറ്റാണ് ഒരു കുലുങ്ങുന്നുണ്ടല്ലോ. ഇല്ല, കുഴപ്പമില്ല. 20 മിനിറ്റാണ് ഒരാൾക്ക് സമയം അനുവദിക്കുന്നത്.
20 മിനിറ്റ് എനിക്ക് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺ ആണെന്ന് തോന്നുന്നു. ഏകദേശം 1252 മീറ്ററാണ് കേട്ടോ ദൂരം. ഒരാൾക്ക് ചാർജ് 71 രൂപ ഫോർ ജനറൽ പേഴ്സൺ. VIP ടിക്കറ്റ് ആണെങ്കിൽ 108 രൂപ. താഴെ ജീവനക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ. നമ്മുടെ ഷട്ടർ കാണുന്നു. അടിപൊളി കേട്ടോ. വളരെ പതുക്കെയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. താഴെ താമരക്കുളം. ഇത് നമ്മുടെ കനാല്, മലമ്പുഴ കനാല് കേട്ടോ. മലമ്പുഴ കനാലിൻ്റെ പാലം. മഴ വരുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടേഴ്സ് 4 ഇത് നമ്മുടെ തൂക്കുവാണ്. അതുപോലെ തന്നെ ഇത് താഴെ കൂടി വാട്ടർഫാള്. ഇതാ കനാലിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നേരത്തെ ഞാൻ നടന്നിട്ടേ ഇത് ഇവിടം വരെ വന്നിരുന്നു കേട്ടോ. ഇവിടം വരെ വന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയത്. ഇതിൻ്റെ എൻട്രി എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻട്രി വരുന്നത്. നമ്മുടെ മലമ്പുഴ അക്വേറിയം ഇല്ലേ, അക്വേറിയത്തിന് തൊട്ടടുത്ത്. ഇത് അവിടം വരെ പോയിട്ട് അവിടുത്തെ തിരിച്ചു വരികയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വട്ടം കറങ്ങി വരികയാണെന്ന് തോന്നുന്നു. ഇതാണ് എൻഡ് പോയിന്റ്. ഇവിടെ ഇറങ്ങുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, ആരും ഇറങ്ങുന്നില്ല. കൊള്ളാം. സ്റ്റാഫൊക്കെ ഉണ്ട്. ആ തിരിച്ച് വരുന്ന സമയത്തുണ്ടല്ലോ, ആ കറങ്ങുന്ന സമയത്ത് ഒന്ന് പടച്ചായിരുന്നു. പൊളി വൈബ്. അതായത് മലമ്പുഴ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും കേട്ടോ. ഒരു ദിവസം 1000 രൂപ ഉണ്ടായാൽ മതി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് നേരത്തെ അറിയാവുന്നത് മലമ്പുഴ ഡാം മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മലമ്പുഴ ഡാമുണ്ട്, സ്നേക്ക് പാർക്കുണ്ട്, അക്വേറിയം ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടില്ല, ഇതിൽ കയറുന്ന ഭൂരിഭാഗം പേരും ഫാമിലി ആയിട്ട് വരുന്ന ആളുകളാണ്. എന്നെ കളിയാക്കുന്ന ആളുകൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒരു കുലുക്കം കാണും ചെറിയ രീതിയിൽ. ഈ പില്ലറിൻ്റെ അവിടെ എത്തുമ്പോൾ കുലുങ്ങുന്നുണ്ടോ? പൊളി വൈബ്. ഇവിടെ കറണ്ട് പോയി തോന്നുന്നു. നിന്നോട്ടെ ഇവിടെ. അയ്യോ, പണിയായോ? അവരൊക്കെ എന്താ പണിന്ന് ചോദിക്കുന്നുണ്ട്. ഇവന്മാർ മനഃപൂർവ്വം നിർത്തിച്ചാണോ? അല്ലല്ല, തുടങ്ങിയേട്ടാ. കറണ്ട് പോയതാട്ടോ എടുക്കാൻ. ഇടയിലേ കറണ്ട് പോയി. ഇവിടെ എത്താറായപ്പോൾ പണി തന്നെ ഇപ്പോൾ. അത് അവന്മാർ മനഃപൂർവ്വം ചെയ്തതാണോ എനിക്ക് ഞാൻ അറിഞ്ഞൂടാ കേട്ടോ. ചെറുതായിട്ടൊന്ന് നെഞ്ചി പടഞ്ഞു. കാരണം എന്തായി, ആളോട് നല്ല ആളുണ്ട് കേട്ടോ. നമ്മൾ എത്തിയട്ടോ. തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ എത്തിയാൽ മതി.